ഇവർ വിവാഹിതരായ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോമിജിയുടെ ആ വരവ് കണ്ടിട്ട് അജയ് പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് എന്തോന്നില്ലാത്ത ഒരു അടുപ്പം തോന്നുന്നുണ്ട് എന്നൊക്കെ അജയുടെ ഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ നീ എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത്? ഇല്ല, നീ എൻ്റെ സ്റ്റേഷനിൽ നിന്ന് വന്നപ്പോഴത്തേക്കും നീ കണ്ടില്ലായിരുന്നു? കണ്ടോ അവളോട് നിൽക്കുന്നേ? എന്തോ ഒരു ആകർഷണം എനിക്ക് അവളെ കാണുമ്പോൾ തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫോമിജിയുടെ അടുത്ത് എത്തുന്നുണ്ട്. എന്നിട്ട് പറയുക, എന്തോ ഒരു വിഷമമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ അജയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയാം. ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം നടക്കാൻ പോകുന്നതിന്റെ ഒരു എല്ലാ കാര്യവും മൂത്ത് തന്നെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വിഷമിക്കണ്ട, കല്യാണമൊന്നും നടന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് വിഷമായിരുന്നാലും എന്റെ അടുത്ത് തുറന്നു പറയാൻ മടിക്കരുത് എന്നൊക്കെ അജിയുടെ അടുത്ത് പറയുന്നുണ്ട്. എന്തുണ്ടെങ്കിലും ഞാൻ നിന്റെ അടുത്ത് പറയാം, അതുപോരെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്കിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് കേറാൻ സമയത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഒരു നല്ലൊരു കോഫി കൊണ്ടുവരണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫോമിച്ച ഒരു കോഫിയും കൊണ്ട് പോവുകയാണ്. ആ സമയത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അജയെ കണ്ടിട്ട് ബാക്കിയുള്ള പോലീസുകാരെല്ലാരും പറയുക, എന്തായാലും രണ്ടുപേരും തമ്മിൽ എപ്പോഴും ശത്രുക്കളായിരുന്നതാ, എന്തായാലും വഴക്ക് കൂടുന്നതേ കണ്ടിട്ടുള്ളൂ. ഇന്ന് കണ്ടോ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ സാറിന് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരി തന്നെയാ, പക്ഷെ ഇവർ തമ്മിൽ നല്ല മേച്ചമുണ്ട്. ഇവർ തമ്മിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടാവുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാ, എനിക്കും അത് തന്നെയാ താല്പര്യം എന്നൊക്കെ പോലീസുകാര് പരസ്പരം പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഫോമിച്ച ഉടനെ തന്നെ എന്താ ആരെക്കുറിച്ചാ പറയുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, കോഫി കൊണ്ടുവന്നത് ഞങ്ങൾക്കില്ലേ അതോ അജയ് സാറിന് മാത്രമാണെന്ന് പറയുകയായിരുന്നു എന്ന്. എല്ലാവർക്കും ഞാൻ കോഫി കൊണ്ടുവരാൻ ഇപ്പൊ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് അജയ് സാറാ, ഞാൻ കൊണ്ടുകൊടുത്തിട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കോഫി കൊണ്ട് കൊടുക്കുകയും അജയ് പറയുകയും ചെയ്യുന്നുണ്ട്, എന്റെ കല്യാണത്തിന്റെ കാര്യം അറിഞ്ഞല്ലോ, എന്തായാലും മുത്തശ്ശിയുടെ തീരുമാനപ്രകാരം അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നാൽ എനിക്കാണെങ്കിൽ താല്പര്യം ഒട്ടുമില്ല. എനിക്കൊരു കുട്ടി ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ അത് നടക്കാതെ പോയി. എന്നാൽ എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ആ കുട്ടിയാ മനസ്സിലുള്ളത്. എന്നാൽ അതൊക്കെ മാറി വരുന്നുണ്ട്. ചിലരെയൊക്കെ ഓർക്കുമ്പോഴത്തേക്കും അതൊക്കെ മറക്കാനും തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, ആ അഞ്ചിനിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് ഒഴിഞ്ഞു പോണം. അതിന് വല്ല സഹായം ചെയ്യാൻ പറ്റുമോ ഭൂമിക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഇഷ്ടപ്പെടാൻ വേണ്ടിയുള്ള ക്ലാസ് അല്ല, ഇഷ്ടപ്പെടാതെ എങ്ങനെ ഇരിക്കാം എന്നതാ എനിക്ക് അറിയേണ്ടത്. എനിക്ക് അഞ്ജനയും അതുപോലെ തന്നെ അവൾ അമ്മയും എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അഞ്ജനയെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതിന്റെ കാരണം വേറെയുണ്ട്. ഞങ്ങളെ കുഞ്ഞുനാളിലെ ഒരുമിച്ച് കളിച്ച് വളർന്നത് കൊണ്ട് തന്നെയാ ഞാൻ എൻ്റെ അനിയത്തി പോലെ കണ്ടിട്ടുള്ളൂ. പക്ഷെ പെട്ടെന്ന് മുത്തശ്ശി കല്യാണം ആലോചിച്ചപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയതാ. എന്നിട്ട് തുറന്നു പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇപ്പോഴും ഈ എൻഗേജ്മെന്റിന്റെ തീരുമാനം എടുത്തതും അഞ്ജനയും അതുപോലെ തന്നെ അവളെ അമ്മയും തന്നെയാ. അവർ തീരുമാനപ്രകാരം തന്നെയാ ഇത് നടന്നത്. വാശിയാണല്ലോ, അതുകൊണ്ടല്ലേ വീട്ടിന് പുറത്ത് തന്നെ പോയിട്ട് അവർ തീരുമാനിച്ചതുപോലെ എല്ലാം അംഗീകരിച്ചതുപോലെ വീണ്ടും തിരിച്ചു വന്നത്. അത് എന്നെ മുതലെടുക്കുക. എന്തായാലും ഞാൻ അതിനെ വിട്ടുകൊടുക്കുക. ആർക്കും എന്റെ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്തായാലും എന്റെ അടുത്ത് കാണിക്കുന്ന സ്വാതന്ത്ര്യം കാണുമ്പോഴത്തേക്കും എനിക്ക് ദേഷ്യം വരുന്നത്. അഞ്ജനയുടെ കാര്യം തന്നെയാ ഞാൻ ഈ പറയുന്നത് എന്നൊക്കെ ഭൂമിയുടെ അടുത്ത് പറയുക. എന്തായാലും ഇനിയിപ്പോ ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട, വേറെ ഏതെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നായാലും എനിക്ക് ഭൂമിയുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട്. പുറത്തിറങ്ങുകയെന്ന് വെച്ചാൽ ഭൂമിയുടെ കടയുടെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൂടെ വേണം. എൻ്റെ ഒരു ഫ്രണ്ട് വരും, അവനും കൂടെ കഴിക്കാനും ചായയും എല്ലാം കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അയാളും വരുന്നുണ്ട്. അങ്ങനെ ഭൂമി അജയും അടുത്ത് നിൽക്കുമ്പോഴത്തന്നെ പെട്ടെന്ന് തന്നെ അജയ് ഒരു പൂവെടുത്ത് കൊടുക്കുന്നുണ്ട് ഭൂമിയുടെ കയ്യിലോട്ട്. ഇത് കണ്ടിട്ട് എല്ലാരും ഇങ്ങനെ അന്തിച്ചു നിൽക്കുക. ഇതെന്താ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അതിശയിച്ച് ആ പൂവ് ഭൂമി വാങ്ങിച്ചു. എന്ത് പറ്റി എനിക്ക് പൂവ് തരാൻ, എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഇഷ്ടമുള്ള ആൾക്കാർക്കല്ലേ പൂ കൊടുക്കാൻ പറ്റുള്ളൂ, എനിക്ക് ഭൂമി അടുത്ത് ഇഷ്ടമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യമായിട്ടാ എനിക്ക് ഇങ്ങനെ ഒരാൾ പൂ തരുന്നത്.
ടെ വണ്ടിയിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് സാറിന്റെ മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് സ്വാതന്ത്ര്യം എനിക്ക് തോന്നിയിട്ടുമുണ്ട്. എന്തായാലും എനിക്ക് തന്നെ പോവല്ലേ, ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കും എൻ്റെ ജീവന്റെ ജീവനായി തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് കണ്ട ഉടനെ തന്നെ അജയുടെ ഫ്രണ്ട് പറയുക, എനിക്ക് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് നിനക്ക് എന്തിനാ പൂവിന്റെ ആവശ്യം, ഞാൻ ഇവിടെ നിന്നൊരു ചായയും പലഹാരമൊക്കെ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കൊള്ളാം, ഇത് വീട്ടിലാരും അറിയണ്ട, ഞാൻ അഞ്ജനയ്ക്ക് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ഇന്ന് തന്നെ ബഹളം ഉണ്ടാക്കാൻ എല്ലാ പരിപാടിയും കാണിക്കാനാണോ വക്കീലെ നിന്റെ ഒരു പിറപ്പാട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വക്കീലിന്റെ ബുദ്ധിയൊന്നും ഇവിടെ എടുക്കണ്ട, എന്തായാലും ഈ കാര്യത്തില് മനസ്സിലായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭൂമി പോയപ്പോഴത്തേക്കും പറയുന്നുണ്ട് അജയ്, എന്തായാലും എന്റെ ഈ ഭൂമിയുടെയും കഥ ഇവിടെ നിന്ന് തുടങ്ങുക. എനിക്ക് എന്റെ മനസ്സ് പറയുന്നുണ്ട്, എന്തോന്നൊന്നുമില്ലാത്ത ഒരിഷ്ടം എനിക്ക് ഭൂമിയെടുത്ത് ഉണ്ട്, അതെന്റെ മനസ്സ് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് തന്നെയല്ലേ നീ പൂവായിട്ട് സമ്മാനമായിട്ട് അവക്ക് നൽകിയത്, അതവക്ക് മനസ്സിലായിട്ടുമുണ്ട്. അവളെ മുഖത്ത് ആ ചിരി കണ്ടാ മനസ്സിലായി. പക്ഷെ ഞെട്ടിയതെന്ന് ഞാനാ. എന്തായാലും വീട്ടിലൊരു കല്യാണാലോചന ആലോചിച്ച് വെച്ചിട്ട് നീ ഇവിടെ പ്രേമം കളിച്ച് നടക്കുന്നത് അവിടെ ആരും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒരു വിഷമം. എന്തായാലും മുത്തശ്ശിക്ക് ഇഷ്ടമായിരിക്കും, എനിക്കറിയാം. ഭൂമിയെ കണ്ട നാൾ മുതല് ഭൂമിയുടെ നല്ല നല്ല കാര്യങ്ങളാ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും കാണാത്ത ഒരു പെൺപിള്ളയുടെ മഹത്വം പറയുന്നത് പോലെ ഭൂമിയെ കുറിച്ച് പറയുന്നത് കേട്ട് നിന്ന് പോവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അഞ്ജന അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അഞ്ജന ഭൂമിയുടെ 7 അയലത്ത് അടുത്ത് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അഞ്ജന നിന്നെ കൊണ്ടേ പോകുന്ന എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഫ്രണ്ട് പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് ഉടനെ തന്നെ അജയ് പറയുക, എനിക്ക് ഇഷ്ടമുള്ളതാ ഞാൻ തീരുമാനിക്കുള്ളൂ. പക്ഷെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി അന്ന് ഞാൻ സമ്മതിച്ചതേ ഉള്ളൂ. ഒരു എൻഗേജ്മെന്റ് എന്ന ആ ഫംഗ്ഷന് തന്നെ നിന്ന് കൊടുത്തതേ ഉള്ളൂ. പക്ഷെ എൻ്റെ മനസ്സ് മൊത്തവും അവിടെ ആയിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മുത്തശ്ശിയുടെ അടുത്ത് പോകുന്നുണ്ട് അജയ്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ എല്ലാവരും ഫോട്ടോ എടുത്തോണ്ട് നിൽക്കുക. വീട്ടിലെ ഫാമിലി ഫോട്ടോയും അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമായിട്ട് എന്തോന്നില്ലാത്ത ഒരു ദിവസമായിട്ട് തോന്നുന്നുണ്ട് അജയ്ക്ക്. ഇതെന്താ എല്ലാവരും പുറത്തു നിന്ന് ഫോട്ടോ എടുക്കുന്നത്, എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറയുക, അത് അഞ്ജനയുടെയും അതുപോലെ തന്നെ ഭവാനിയുടെ തീരുമാനം, നമ്മുടെ ഒരു ഓർമ്മയ്ക്ക് നമ്മളെല്ലാവരും കുടുംബ ഫോട്ടോ എടുക്കണമെന്ന്. അങ്ങനെ ഫോട്ടോഗ്രാഫറെ വിളിച്ച് എല്ലാവരും ഫോട്ടോ എടുത്ത്, ഇനി നിന്റേത് മാത്രമേ ഉള്ളൂ, നീ വന്ന് നിന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ തന്നെ അഞ്ജന ഓടിപ്പോയി കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്നാൽ ഇഷ്ടമില്ലാത്തതുപോലെ നീങ്ങി മാറി നിന്നിട്ടും വിടുന്നില്ല, കയ്യിൽ പിടിച്ചു വെച്ച് നിൽക്കുക. എന്നിട്ട് എല്ലായിടത്തും പറയുക, ഞങ്ങൾ നല്ല മേച്ചല്ലേ, ഞങ്ങളൊരു ഫോട്ടോ എടുക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അഞ്ജനയുടെ നിർബന്ധപ്രകാരം അഞ്ജനയുടെയും അതുപോലെ തന്നെ അജയുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോയിൽ തന്നെ ഇഷ്ടമില്ലാത്ത മുഖം ആയിട്ട് നിൽക്കുന്ന ഭവാനി കണ്ടിട്ട് പറയുക, അജയ് ചിരിച്ച മുഖം കാണേണ്ടേ, അല്ലാതെ നീ ദേഷ്യത്തിലും അഞ്ജന മോള് ചിരിച്ചു കൊണ്ടുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ എന്ത് നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നേ, നിന്റെ കൈയും പിടിച്ച്. പക്ഷെ നിന്റെ മുഖം ഇങ്ങനെയല്ലല്ലോ, ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ, ഇനി ഇത് സന്തോഷമായിട്ടിരുന്നേ, കല്യാണത്തിന് കുറച്ചു ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് ഈ വീട്ടിലെ ഒരു ഉത്സവം പോലെ ആയിരിക്കണം എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. ഇത് കേട്ടത് അജയ് ആണെങ്കിൽ അകത്തേക്ക് ദേഷ്യത്തോടെ കയറി പോകുന്നുണ്ട്. ആ സമയത്ത് അഞ്ജന ഭവാനിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തോ അവനൊരു ഇഷ്ടക്കുറവ് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും നിർബന്ധപ്രകാരമാ അവനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഈ മോതിരം അണിയിച്ചത്. പക്ഷേ അന്ന് തന്നെയാ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എത്രയായിരുന്നാലും എന്തവൻ തീരുമാനിച്ചിരുന്നാലും അവനെ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ വാശിക്ക് പുറത്ത് ഇത് നടത്താമെങ്കിൽ കല്യാണം അതുപോലെ ആയിരിക്കും. എന്തായാലും ഇവിടുത്തെ സ്വത്തുക്കള് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ ഈ വീട്ടിലെ സൗഭാഗ്യത്തിലെ ഒരു റാണിയെ പോലെ ഇവിടെ കഴിയണം, അതാ എൻ്റെ ആഗ്രഹം. ആ സമയത്ത് ഭവാനി പറയുക, എൻ്റെ മോള് തന്നെയാ, ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയാ ഈ നടക്കുന്നത് എല്ലാം, അതുപോലെ തന്നെയാണ് നിന്റെ ചിന്തകളും. എനിക്കത് സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞേക്കാം, അജയെ ഇനി ഭൂമിയായിട്ട് മിണ്ടാൻ പോലും അനുവദിക്കരുത്. നീ അവളെ പോയി കാണണം. ആ സ്റ്റേഷന് അടുത്തൊരു കടയും വെച്ചിട്ട് അവളാണെങ്കിൽ എല്ലാവർക്കും ചായ കൊടുക്കാൻ നടക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഭവാനി പറഞ്ഞു കേട്ടിട്ട് അഞ്ജന പറയുക, അത് ശരിയാ, ഞാനൊരു ദിവസം പോയപ്പോഴത്തേക്കും അജയ്ക്ക് ചായയും കൊണ്ട് വന്നിരിക്കുന്നു,
തട്ടി എറിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഇട്ട അടിച്ചത് അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അതിനു വേണ്ടി ഞാൻ അവക്ക് ഒന്ന് കരുതി വെച്ചിട്ടുണ്ട്. 2 കവളിലും ഓരോ അടി വീതം അത് ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും എന്നൊക്കെ അഞ്ജന പറയുന്നുണ്ട്. അതിന് ദിവസമുണ്ട്. ആദ്യം അവളുടെ ആ ഒരു കടയ അടിച്ചു പൊളിക്കേണ്ടത്, എന്നാലേ എല്ലാം ശരിയാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് ഏർപ്പാട് ചെയ്യാം എന്നൊക്കെ ഭവാനി പറയുന്നുണ്ട്. എന്തായാലും ശരി തന്നെയാ. ഇത് കൂടുതൽ ചെയ്യുമ്പോഴത്തേക്കും അച്ഛയ്ക്ക് എൻ്റെ അടുത്ത് ദേഷ്യം കൂടുകയുള്ളൂ. അതുകൂടെ മനസ്സിലാക്കണം. പക്ഷേ ഒന്നും അറിയാതെ, നമ്മളാണ് ചെയ്തെന്ന് പോലും അറിയാതെ ആയിരിക്കണം ഇതെല്ലാം പ്ലാനിങ്ങോടെ ചെയ്യേണ്ടത്. അല്ലായെങ്കിൽ മനസ്സിലായല്ലോ, അജയ് നമ്മുടെ കൈ വിട്ട് പോവുക തന്നെ ചെയ്യും എന്നൊക്കെ ഭവാനി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതൊന്നും തീരുമാനിക്കണ്ട അമ്മേ എന്നൊക്കെ അഞ്ജന പറയുന്നുണ്ട്. ഏതായാലും കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എല്ലാം. പിന്നെ അജയ് എന്റേതാകുമല്ലോ. എല്ലാമായി മാറുമ്പോഴത്തേക്കും ഞാനത് അവളടുത്ത് ഞാൻ കാണിച്ചു കൊടുക്കും. വേണമെങ്കിൽ ഞാൻ തന്നെ പോയി തല്ലിപ്പൊളിക്കും അവളെ കട എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് ആലോചിക്കേണ്ടിയിരിക്കുന്നുണ്ട് എന്നൊക്കെ ഭവാനിയും പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറയുക, അജയെ വിളിച്ച്, നീ എന്താ ഞങ്ങളെല്ലാവരും നല്ല സന്തോഷത്തോടെ നിന്നപ്പോഴത്തേക്കും ഇത്തിരി മുഖവും വീർപ്പിച്ചു വെച്ച് അകത്തേക്ക് കയറിപ്പോയത് ഒരു ഇഷ്ടമില്ലാത്തതുപോലെയാ? അത് തന്നെയാ, എനിക്ക് ഇഷ്ടമില്ല, അത് തന്നെയാ. പക്ഷെ മുത്തശ്ശിയുടെ ഒരു നിർബന്ധം, എല്ലാവരുടെയും ഇഷ്ടം അതാണെന്ന് വിചാരിച്ച അന്ന് അവളെ നാണം കെടുത്താതെ ഞാൻ അതിന് സമ്മതിച്ചത്. മുത്തശ്ശി ഒരു കാര്യം ആലോചിക്കണം. എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി അതാരാണെന്ന് മുത്തശ്ശിക്ക് അറിയാൻ സമയമാകുമ്പോൾ ഞാൻ പറയും. അവളായിരിക്കും എൻ്റെ ജീവിതത്തിൽ വരുന്നത്. പക്ഷേ എനിക്ക് അഞ്ജനയെ ആ കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയില്ല. എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. മുത്തശ്ശി നിർബന്ധിക്കുകയോ ചെയ്യരുത് എന്നൊക്കെ അജയ് പറയുന്നുണ്ട്. അങ്ങനെ ഭൂമിയാണെങ്കിൽ വരുന്നുണ്ട് മുത്തശ്ശിയെ കാണാൻ. ആ സമയത്ത് ഭവാനി ചിന്തിക്കുന്നുണ്ട്, അവൾ എന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നത്? ആ സമയത്ത് ഭൂമി പറയുക, ഞാൻ കുറെ നാളായി മുത്തശ്ശിയെ കണ്ടിട്ട്, എനിക്ക് തോന്നി ഇന്ന് വരണമെന്ന്. ആ സമയത്ത് മുത്തശ്ശി പറയുക, ഞാനും നിന്നെ കാണാൻ ആഗ്രഹിച്ചു. അജയോട് ചോദിക്കും. അപ്പോൾ പറയും, വണ്ടി അവിടെ എവിടെയായിട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കുന്നത് കാണുമെന്ന് പറയും. പക്ഷെ നിന്നെ കളിയാക്കി പറയുന്നതെന്ന് എനിക്കറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. അല്ല മുത്തശ്ശി, അത് ശരി തന്നെയാ. ഞാനാണെങ്കിൽ വണ്ടി അവിടെ ഇവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ആ സമയത്ത് വന്ന് എന്നെ സഹായിക്കുന്നത് ഈ സാറാ. ഭൂമിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഭൂമിയുടെ അമ്മ ഇറങ്ങാൻ സമയമായോ എന്നൊക്കെ. പക്ഷേ അത് എത്രയും പെട്ടെന്ന് നടക്കും, എനിക്കതറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശി പറയുക, അന്വേഷണം നടക്കുവാന്ന് പറയുന്നത് കേട്ടു. പക്ഷെ തെളിവുകളൊന്നും എവന് കിട്ടിയിട്ടില്ലെന്ന അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പറയുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എൻ്റെ അടുത്തുണ്ട് ഞാൻ ആഗ്രഹിച്ച, ഞാൻ കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ച ആൾക്കാർ. പക്ഷെ അതിന് സമയമായില്ല. അത് അപ്പോഴത്തേക്കും ഞാൻ തുറന്ന് പറയും എല്ലാവരുടെ അടുത്തും. പക്ഷെ അതറിയുമ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടലോടെ അതൊക്കെ സ്വീകരിക്കുള്ളൂ, എനിക്കത് ഉറപ്പാ. പക്ഷേ ഈ കുടുംബത്തിലും ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കുടുംബത്തിലോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? ഈ കുടുംബത്തിൽ ആരാ അച്യുതനെ കൊല്ലാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഞാനിങ്ങനെ പറഞ്ഞതാ. അന്വേഷണം ആവുമ്പോഴത്തേക്കും എല്ലായിടവും കൂടെ കറങ്ങി തിരിഞ്ഞു വരുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഈ വീട്ടിലെ ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മോള് പറയുന്നത് ആലോചിക്കുമ്പോഴത്തേക്കും എന്തോ സത്യങ്ങളൊക്കെ ഉള്ളതുപോലെ എനിക്കും തോന്നുന്നുണ്ട്. ആ സമയത്ത് അജയ് വരുന്നുണ്ട്. അജയ് വന്നപ്പോഴത്തേക്കും മുത്തശ്ശി പറയുക, എന്തായാലും ഇത്രയും ദിവസം ഇത്രയും നേരവും മുഖവും കനപ്പിച്ചു വെച്ച് ദേഷ്യത്തോടെ കയറിപ്പോയതാ. പക്ഷെ നിന്നെ കണ്ടപ്പോഴാ ഇപ്പൊ ഒരു ചിരി ചിരിക്കുന്ന കണ്ടത്. ഇപ്പൊ കുറച്ചു ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ വന്നിരിക്കുകയോ സംസാരിക്കുകയോ ചിരിക്കുകയോ കളിക്കുകയോ ഒന്നുമില്ല അജയ് മോൻ. എന്തായാലും ഇപ്പോൾ നീ വന്നതുകൊണ്ടാ എൻ്റെ അടുത്തേക്ക് ഇതാ ഇപ്പോൾ വന്നത്. എന്തായാലും ചിരി കാണാനും പറ്റി. എന്നെ പോലെ തന്നെ അജയ്ക്കും നിന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമെന്നാ തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പറയുക ഭൂമി, അത് ശരി തന്നെയാ, എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും തിരിച്ചും അങ്ങനെ തന്നെയാ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കും, അതിന്റെ സ്വഭാവമാ. അങ്ങനെ ഭൂമിയെ കണ്ട ഉടനെ തന്നെ സത്യദാസ് ഓടി വരുന്നുണ്ട്. 2-3 ദിവസം എന്റെ കൂടെ നിന്നപ്പോൾ തന്നെ എനിക്ക് എന്റെ അപ്പു എന്റെ കൂടെ ഉണ്ടായതുപോലെ തോന്നല എനിക്കുണ്ടായിരുന്നത്. ഓരോരോ ചലനങ്ങളും, അത് മാത്രമല്ല അവൾ കാണിക്കുന്ന എല്ലാ ഒരു എക്സ്പ്രഷനും, അതുപോലെ തന്നെ ഏത് കാര്യം ചെയ്യുന്നാലും
അതേപോലെ തന്നെയാ, ഞാൻ പറയാൻ വാക്കുകളില്ല എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിയുടെ അടുത്ത്. എനിക്കും തോന്നിയിട്ടുണ്ട്, ഇവള് ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വന്ന നിമിഷം മുതല് ഈ വീട്ടില് ഏതോ ഒരു കുട്ടി എന്റെ വീട്ടില് ഫസ്റ്റ് വരുമ്പോഴല്ല, നേരത്തെ ഉണ്ടായിരുന്ന ഒരാളെ പോലെയാ എനിക്കും തോന്നിയത്. അതുകൊണ്ട് തന്നെയാ എനിക്ക് ഇത്രത്തോളം അടുപ്പം തോന്നുന്നതും. എന്നാലും ഇനി എന്റെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കണ്ട, എന്റെ കൂടെ വന്ന് താമസിച്ചോ, എന്റെ മോളായിട്ട് ഞാൻ നോക്കിക്കോളാം പൊന്നുപോലെ എന്നൊക്കെ സത്യനാഥ് പറയുകയും ചെയ്യുന്നുണ്ട്. അജയ് ആ സമയത്ത് പറയുക, അത് നല്ല കാര്യം തന്നെയാ, അവിടെ മോളായിട്ട് ഒരാളെ നോക്കാനുണ്ടല്ലോ, ഒരു അച്ഛനെയും കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അച്ഛൻ തന്നെയാ, എനിക്ക് അച്ഛനെ പോലെ തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട് ഭൂമിയും.